ഒരു ജനറേറ്റർ മാത്രമായിട്ട് ഓടിച്ചാൽ നമുക്ക് ആ പവർ കിട്ടില്ല. സോ അപ്പൊ ഇവർ എന്താ വെച്ചാൽ ചെയ്യണേ, 2 ജനറേറ്റേഴ്സ് യൂസ് ചെയ്യും. കൺട്രോൾ പാനലെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഓരോ ജനറേറ്ററിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണ കിലോ വാട്ട്. ഓക്കെ, ഇത് നോക്കി 50 കിലോ വാട്ട് ആണ് ഇവിടെ മാക്സിമം. പൊട്ടൻഷ്യോമീറ്റർ വെച്ച് ഇതിന്റെ സ്പീഡ് വൈർ ചെയ്യാൻ പറ്റും. സ്കാഡ അല്ലെങ്കിൽ HMI ത്രൂ PLC-യിൽ വന്ന് PLC-യിൽ ഒരു അനലോഗ് ഔട്ട്പുട്ട് ഇതിന്റെ അനലോഗ് ഇൻപുട്ട് ആയിട്ട് കൊടുത്ത് എനിക്ക് മോട്ടറിന്റെ ഫ്രീക്വൻസി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യാൻ നേരത്ത് നമുക്ക് കാണാം ഇതിനകത്ത് ഈ ഔട്ട്പുട്ട് അല്ലേ ഗ്രീൻ ആയത്. സോ അതാണ് നമുക്ക് നമ്മുടെ PLC-യിൽ കാണാം. അതേസമയം ഒരു 2 സെക്കൻഡ് ഡിലേ വെച്ചിട്ട് നമ്മൾ ഈ സോളിനോട് വാൽവ് സ്വിച്ച് ആക്കുന്നു. സോ നമുക്ക് നമ്മുടെ മോട്ടർ സബ്മേഴ്സിബിൾ പമ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. സോ ഇതാണ് നമ്മുടെ PLC യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒമ്രോന്റെ ബ്രാൻഡാണ്. ഈ PLC യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാൽവിനെയും സോളിനോട് വാൽവിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു PLC യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഈ PLC-യിലേക്ക് പവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, SMEs യൂസ് ചെയ്യുന്നത്. ഈ റിലേക്ക് പ്രത്യേകത ഉണ്ട്, ഇതിനൊരു മാനുവൽ സ്വിച്ച് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവങ്ങൾ ഈ ഡയഗ്രാം വെച്ചിട്ട് മനസ്സിലായി. ഇനി റിലേയുടെ ഉള്ളിൽ നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ അറിയും. സമയത്ത് ഒരു ലൈറ്റ് ഓൺ ആവുന്നത് നമ്മൾ ചെയ്തു. ഇനി ഇത് എത്ര പ്രാവശ്യം 10 പുഷ് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ലൈറ്റ് ഓൺ ആവും. 1 2 എക്സ്റ്റേണൽ ആയിട്ട് ഈ ഓൾറെഡി സോൾഡർ കോറിൽ തന്നെ നമുക്ക് ഫ്ലക്സ് കാര്യങ്ങൾ ഉണ്ടാവും. സോ അത് പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് എക്സ്റ്റേണലി സോൾഡർ ഫ്ലക്സ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്.